ഹായ് നമസ്കാരം, ഡ്രീം മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് ശ്രീ പാർവതി എം ബ്രിക്സിലാണ്. അതിൻ്റെ മാനേജിങ് ഡയറക്ടറായ രതീഷ് അല്ലേ? രതീഷിനെയാണെന്ന് നമ്മൾ മീറ്റ് ചെയ്യുന്നത്. അവിടുത്തെ എന്താണ്, അവിടുത്തെ പ്രൊഡക്റ്റ് എന്തൊക്കെയാണെന്നുള്ളത് രതീഷിനോട് തന്നെ ചോദിച്ചത്. രതീഷേ, എന്താണ് വിശേഷം? രതീഷേ, ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര വർഷമായി? ഇപ്പോൾ ഒരു വർഷമായി. ഈ ഒരു മേഖലയിലേക്ക് വരാനായിട്ട് എന്താണ് സാഹചര്യം? നല്ല കാര്യം, ചെങ്കല്ലെങ്കിലും കിട്ടാനില്ല. അപ്പം ബിൽഡിങ്ങിന് ഇപ്പം നമ്മൾ ഇങ്ങനെ നമ്മുടെ ഒരു കൂട്ടുകാരൻ തന്നെയാണ് ഈ സാധനം ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്, ഈ ബ്രിക്സ് ഉണ്ടാക്കുന്ന മെഷീൻ കണ്ടുപിടിച്ചത്. അപ്പോൾ കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഇത് യൂണിറ്റ് ഒരെണ്ണം ഇട്ടാൽ കൊള്ളാമെന്നൊരു ആഗ്രഹം തോന്നി. അങ്ങനെ ഞങ്ങൾക്ക് ഇതിനകത്തേക്ക് വന്നു. അത് നിങ്ങൾ പാർട്ട്നേഴ്സ് ആരെങ്കിലും ഉണ്ടോ? ഞങ്ങൾ 3 പേര് പാർട്ട്നേഴ്സാണ്. അവരുടെ പേരെങ്ങനെയാണ്? പേര് വിനോദ് ശരത്ത്. ഓക്കെ. രണ്ടുപേരും എവിടെയാണ്? രണ്ടുപേരും ഇതേപോലെ തന്നെ വണ്ടി പരിപാടിയൊക്കെ ആയിട്ടാണ് വരുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ബ്രിക്കിൻ്റെ ഇത് തുടങ്ങാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഒരു 3 പേരും കൂടി ഒരു ടീം വർക്കായിട്ട് നമ്മൾ സംരംഭം സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യം എന്ത് ചെയ്യണമായിരുന്നു? ഞങ്ങൾക്ക് ടിപ്പറായിരുന്നു. ടിപ്പറിലെ മണ്ണോട്ടം പരിപാടിയൊക്കെ ആയിരുന്നു. അതല്ലേ? സ്വന്തം വണ്ടിയായിരുന്നു? സ്വന്തം വണ്ടിയിൽ ഓട്ടം പിടിച്ച് ഓടുമായിരുന്നു. അതല്ലേ? എവിടെയാണ് സ്ഥലം? ബ്രഹ്മമംഗലം, കോട്ടയം ജില്ലയിലെ ബ്രഹ്മമംഗലം എന്ന സ്ഥലത്താണ്. ഞങ്ങൾ 3 പേരും അവിടെ തന്നെ? ഞങ്ങൾ 2 പേര് ബ്രഹ്മമംഗലത്തുള്ള, ഒരാൾ ഇവിടെ തന്നെ അടുത്തുള്ള എടക്കാട്ടൂരിലുള്ള ആണല്ലേ? വിനോദ് എന്ന് പറഞ്ഞാൽ ഇവിടെ എടക്കാട്ടൂരിലുള്ള. അതല്ലേ? ഓക്കെ. അപ്പം നമ്മൾ കാര്യത്തിലേക്ക് കിടക്കാം. നമ്മൾ ഈ ബ്രിക്സ് നമ്മൾ എന്ത് മണ്ണ് വെച്ചിട്ടാണ് നമ്മൾ ശരിക്കും ഇതിനകത്ത്? സത്യം പറയാൻ ഒത്തിരി പേര് ഇതിനകത്തേക്ക് വന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് കുറച്ച് നമ്മളിത് ബ്രിക്സ് ഉണ്ടാകാനും വേണ്ടി തന്നെ കുറച്ച് അറിവുകളും കാര്യങ്ങളും തന്നെ വേണം. ഇത് നമ്മൾ ചെങ്കല്ലിൻ്റെ തന്നെയുള്ള ഒരു കട്ടിങ് മണ്ണ് അരിഞ്ഞെടുത്തിട്ട് അതൊരു ഒരു പൊടിക്കുന്ന മെഷീനിലിട്ട് ഒരു ചിപ്സ് രൂപത്തിൽ പൊടിക്കുകയാണ്. ചിപ്സ് രൂപത്തിൽ പൊടിച്ച് കഴിഞ്ഞിട്ട് അത് അതിനകത്തേക്ക് സിമെൻറ്റ് ചേർത്ത് മിക്സ് ചെയ്ത് ഒരു നിശ്ചിത അളവ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് 2 അടി ഒരു ഡൈക്കകത്തേക്ക് ഇട്ട് പ്രസ് ചെയ്യുവാണ്. 2 അടി ഡൈക്കകത്തിട്ട് പ്രസ് ചെയ്ത് ഒരടിയാക്കി കഴിഞ്ഞിട്ട് ഈ കട്ട 7 ദിവസം നനച്ച് 7 ദിവസം ഉണക്കിയാണ് നമ്മൾ സെയിലിന് വെക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ടോട്ടൽ എത്ര ദിവസം വരും ഈ ഒരു ബ്രിക്സ്? നമുക്ക് 14 ദിവസം എടുക്കും. 14 ദിവസം കൊണ്ട് ഒരു കട്ട സ്ട്രോങ് ആവുള്ളൂ. സ്ട്രോങ് ആയി നമുക്ക് ഡെലിവറിക്ക് ഞങ്ങൾ 14 ദിവസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ഇത് മാനുഫാക്ചർ ചെയ്യുന്ന രീതികളാണ് ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞത് അല്ലേ? അതെ. അപ്പോൾ ഇത് നമുക്ക് ഗ്യാരണ്ടി ഉണ്ടോ? ഇങ്ങനെ ഇതിന് നമ്മുടെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. നമ്മളിത് ടെസ്റ്റ് ചെയ്ത ടെസ്റ്റിംഗ് റിസൾട്ടും കാര്യങ്ങളെല്ലാം ഉണ്ട്. ആണല്ലേ? ഓക്കെ. ഇതിനുള്ള മണ്ണും കാര്യങ്ങളൊക്കെ എവിടെ നിന്നാണ് നമ്മൾ? അത് നമ്മൾ ഇതേപോലെ പാസ് എടുത്ത് മണ്ണെടുക്കുന്നവർ ഒത്തിരി പേരുണ്ട് ഇവിടെ. ഞങ്ങൾ ഇത് അവിടെ ചെന്ന് നോക്കും. നമുക്ക് പറ്റിയ മണ്ണാണെന്ന് നോക്കിയിട്ട് നമ്മളത് അവരുടെ ഇടയ്ക്ക് പാസ് ഉൾപ്പെടെ ഇങ്ങോട്ട് അടിപ്പിക്കും. അങ്ങനെയാണ് അത് ഇരിക്കുക. പിന്നെ ഇതിൻ്റെ ഒരു ഡിഫറെൻറ്റ് കളർ എന്താണത് ശരിക്കും പറഞ്ഞാൽ? ഇത് നമ്മൾ മണ്ണിൻ്റെ തന്നെ ഒരു കളർ വ്യത്യാസം ഉണ്ടാവുമല്ലോ, ആ കളറിൻ്റെ വ്യത്യാസം. ഇത് സിമെൻ്റ് ആണ്. നമ്മൾ പുറമേ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കും, മെഷീനിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കും വേണ്ടി സിമെൻറ്റ് ചേർക്കണം. അല്ല, ഈ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഇതിന്റെ ഈ കളറിന്റെ ഈ ചെങ്കലിന്റെ ഇത് തന്നെയാണ് ഇത്? ചെങ്കലിന്റെ പൊടി തന്നെ. ചെങ്കലാണ് നമ്മൾ പൊടിക്കണേ. ചെങ്കലിന്റെ പൊടിയാണ്. അതെ. കാണുമ്പോ നമ്മള് മറ്റേ സിമെന്റ് കട്ടയാണെന്ന് വിചാരിക്കും അല്ലേ? അതെ. പക്ഷേ ഇതാണ്, ഇതാ ഒരു സൈഡിൽ മാത്രമേ ഉള്ളൂ. സൈഡ് മെഷീന്റെ മുകളിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ സിമെന്റിന്റെ പൊടി ചേർക്കുന്നു. അതായത് നമ്മൾ മറ്റേ പുട്ടിനല്ല മറ്റേ ചപ്പാത്തിക്ക് മറ്റേ ഇതിനെ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി, അത് നമ്മൾ മരത്തെ പിടിക്കാൻ വേണ്ടി അതിന്റെ സിസ്റ്റം തന്നെ അല്ലേ? അതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ? അതെ. ഇതിപ്പോ ഇതിനകത്ത് ഒരു കട്ടയ്ക്കകത്ത് ഏകദേശം 1.5 കിലോ സിമെന്റിന്റെ അടുത്ത് ചേരാനുണ്ട്. 1.5 കിലോ ഒരു കട്ടയ്ക്ക് 1.5 കിലോ സിമെന്റ് അടുത്ത് നമ്മൾ ചേർക്കുന്നുണ്ട്. സിമെന്റ് ചേർത്ത് അത് ചെങ്കലിന്റെ പൊടിയായിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഞാൻ പറഞ്ഞില്ല അതേപോലെ തന്നെ ചെയ്യണം. 1.5 കിലോ സിമെന്റ് അടുത്ത് ഒരു കട്ടയ്ക്ക് ചേരുന്നുണ്ട്. അത് എത്ര വെയിറ്റ് വേണ്ടിട്ട് ഒരു കട്ടയ്ക്ക്? ഒരു കട്ട ഏകദേശം 20 കിലോത്തിന്റെ അടുത്ത് വരും. 20 കിലോ വരും. 19നും 20നും ഇടയ്ക്ക് കിലോ അത്രയും വരും. ഇപ്പം നമ്മൾ ഇത് കട്ട ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്തേക്ക് പോകാനായിട്ട് ഒരു 14 ദിവസം പിടിക്കും. 14 ദിവസം പിടിക്കും അല്ലേ? 14 ദിവസം കൊണ്ട് ഡെലിവറി ചെയ്യാൻ പറ്റും. നമ്മൾ ഓരോ കട്ടയിൽ നമ്മൾ കട്ട വെക്കുന്നതനുസരിച്ച് അതുപോലെ ഗ്യാപ്പിൽ നമുക്ക് അറിയാൻ പറ്റും മറ്റേ എന്നാ ഉണ്ടാക്കിയെന്നുള്ള അറിയാൻ പറ്റും. അത് നമ്മൾ എഴുതി വെക്കും. അതല്ലേ? അത് നമ്മൾ ഓരോ ഈ പ്രൊഡക്റ്റ് ചെയ്യണ അന്ന് തുടങ്ങി നമ്മൾ ഡേറ്റ് വെച്ചിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കും. അല്ല, അതിങ്ങനെ സെക്ഷൻ ആയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണത് അല്ലേ? അതെ. നമുക്കത് കണ്ടറിയാൻ പറ്റും. പക്ഷെ ഈ ഒരു ഫീൽഡ് എങ്ങനെ പഠിച്ചത്? അപ്പം ഈ കട്ട ഉണ്ടാക്കാനുള്ളത് നമ്മൾ ഈ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണ്ണ് സപ്ലൈ ചെയ്യുന്നതായിരുന്നല്ലോ നേരത്തെ, വണ്ടിയുടെ പരിപാടി ആയിരുന്നല്ലോ. അല്ല, ഇത് ഈ മെഷീൻ നമ്മുടെ കൂട്ടുകാരൻ തന്നെ ഈ മെഷീൻ കണ്ടുപിടിച്ചത്. അപ്പൊ അവൻ സ്വന്തമായിട്ട് ആദ്യം ഒരു യൂണിറ്റ് ഇട്ടായിരുന്നു. അപ്പൊ ആ യൂണിറ്റിൽ പോയി ഞങ്ങൾ അവർ ചെയ്യണതൊക്കെ അത് കണ്ടുപിടിച്ചാണ് നമ്മളും ചെയ്യാൻ തുടങ്ങിയത്. അപ്പൊ ശരിക്കും അതിന്റെ കൂടെ നിന്ന് കണ്ടുപഠിച്ച് ഈ ഒരു റൂട്ടിലേക്ക് വന്നല്ലേ? അതെ. ഇപ്പൊ നമുക്ക് ഒരു കട്ടയ്ക്ക് എത്ര
ചാർജ് വരുന്നുണ്ട് ഇപ്പം? 35 രൂപയാണ്. 35 രൂപ. അത് ഒറ്റ ടൈപ്പ് മാത്രമുള്ള അല്ലെങ്കിൽ 12x6 നമ്മൾ കൊടുക്കുന്ന സൈസ്. ഓക്കെ. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒറ്റ ടൈപ്പിൽ മാത്രം ഇവിടെ ഉണ്ടാക്കുള്ളൂ മാനുഫാക്ചറിംഗ്. അതായത് 12x4 12x8 ഉണ്ട്. നമ്മൾ തുടങ്ങിയുള്ളൂ ചെറിയ സാമ്പത്തികവും കാര്യങ്ങളൊക്കെ ആയത് കാരണം ഒരു ടൈപ്പ് ഇത് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. സാധാരണ ഇത് ഭിത്തി കെട്ടാൻ വേണ്ടിയിട്ട് 12x6 കൂടുതൽ ഉണ്ടാക്കുന്നത്. കട്ട ചെലവാണ്. 4-5 കട്ടയും 8-5 കട്ടയൊക്കെ അധികം ഉപയോഗം ഇല്ല. ഇപ്പൊ അത്യാവശ്യം എന്ന് പറഞ്ഞാൽ വേറെ ഉണ്ടാക്കുന്നിടത്ത് നമ്മൾ എടുത്ത് ഡെലിവറി ചെയ്യും. അതായത് നമ്മൾ കൂടുതൽ ഏതാണ് നമുക്ക് കസ്റ്റമറുടെ താല്പര്യം അനുസരിച്ചാണ് നമ്മൾ പ്രൊഡക്റ്റ് ചെയ്യണത് അല്ലേ? 12x6 നിലവിൽ മാർക്കറ്റിലേക്ക് കൂടുതലായിട്ട് പോകുന്നത്. ബാക്കി ചെറിയ ആവശ്യങ്ങൾക്കുള്ള വേറെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അവിടെ നമ്മൾ എടുത്ത് ഡെലിവറി ചെയ്യും. ഇപ്പൊ ഇഷ്ടിയനെക്കാട്ടും കൂടുതൽ പോകുന്നത് ഇതാണല്ലേ ശരിക്കും? അതെ. ഇപ്പൊ എല്ലാവരും അത് ഫാസ്റ്റ് ആയിട്ട് പണിയും ചെയ്യും. ഭയങ്കര ചൂടുകുറവുണ്ട്. ആണല്ലേ? ചൂടുകുറവാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ളത്. നമുക്ക് മറ്റേ ചെങ്കല്ല് ഇല്ലാത്തത് കൊണ്ട് നമ്മള് ശരിക്കും ഇത് ഫൈൽ ചെയ്തിട്ട് അല്ലേ ശരിക്കും അത് പ്രസ് ചെയ്തിട്ടല്ലേ ഇതുണ്ടാക്കുന്നത്? അതെ, ചെങ്കലിന്റെ പൊടി തന്നെ നമ്മള് ഇത് രണ്ട് ഡൈക്കകത്തേക്ക് ഇട്ടിട്ട് 80 മെട്രിക് ടൺ പ്രസ്സിൽ കംപ്രസ് ചെയ്യുക. കംപ്രസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത്. ഓക്കെ. അതിനകത്ത് മറ്റേ ഈ ഇതിന്റെ പൊടികളും മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്നത്. അതിവിടെ ഞാൻ പറഞ്ഞു ക്ലാസ് എടുത്ത് ഇങ്ങനെ മണ്ണെടുക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ സ്ഥലങ്ങളിൽ ചെന്ന് നമുക്കിത് നോക്കുമ്പോഴത്തേക്കിനും ഈ മണ്ണിനൊരു പ്രത്യേകത ഉണ്ട്. ചെറിയൊരു പശപ്പും ഉണ്ട്, നല്ല കട്ടിപ്പും വേണം. അപ്പോൾ അത് നമുക്ക് എടുക്കുമ്പോഴത്തേനും അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ അവരിൽ നിന്ന് ചെന്ന് മേടിച്ചുകൊണ്ട് പോരുകയാണ്. അല്ല, നമുക്ക് മെയിനായിട്ട് ഇപ്പോൾ കൂടുതലും ഈ കോൺക്രീറ്റ് കട്ടകളാണല്ലോ കൂടുതലും അല്ലേ? അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഭിത്തിക്ക് ശരിക്കും ഒരു കൂളിങ്ങും അല്ലേ? നമുക്ക് നല്ല കൂളിംഗ് ആണ്. നമ്മുടെ ചെങ്കല്ലും കൊണ്ട് കിട്ടുന്ന ആ ഒരു ഫീലിനെ കിട്ടും. അതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ്. ഓക്കെ. അത് നമുക്ക് ഇതൊരു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു മേഖലയിൽ ഒത്തിരി പേരുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ശരിക്കും ഇപ്പൊ ഒത്തിരി പേരുണ്ട്. ഈ കോമ്പറ്റീഷൻ എങ്ങനെ നിങ്ങൾ നമ്മൾ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്താൽ മതി. ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാന്ന് വെച്ചാൽ മെയിനായിട്ട് മണ്ണ് നോക്കിയെടുക്കുന്നതിനൊരു അതാണ് അത്ര എക്സ്പെർട്ട് ആയിട്ട് തന്നെ ചെയ്യണം. മെയിനായിട്ട് നമ്മൾ ചെങ്കലിന്റെ പാറ തന്നെ നമ്മൾ എടുക്കണം. സാധാരണ ഇത് ഗ്രാവൽ ടൈപ്പ് പാറ അല്ലെങ്കിൽ വേറെ പാറയൊക്കെ എളുപ്പത്തിൽ വേണമെങ്കിൽ ഇട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ക്വാളിറ്റി കിട്ടത്തില്ല. നമുക്ക് ചെങ്കലിൽ നല്ല കട്ടിയുള്ള പാറയും പശുപ്പുള്ള മണ്ണുണ്ട്. ആ മണ്ണും കൊണ്ട് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങളത് മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ പോകും. ശരിക്കും നമ്മളത് നിങ്ങൾ തന്നെയാണ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ 3 പേരുണ്ട്. ഞങ്ങൾ തന്നെ പോകണം. നിങ്ങൾ 3 പേര് തന്നെയാണ് ശരിക്കും പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതെ. നിങ്ങളുടെ ഒരു ഫുൾ കൺട്രോളിലാണ് നമ്മൾ ഈ കമ്പനി പോകുന്നത് അല്ലേ? ഫുൾ ടൈം ഞങ്ങൾ ഫുൾ ടൈം ഇതിനകത്ത് മാർക്കറ്റ് ചെയ്യുന്നത് നമ്മൾ തന്നെ. മാർക്കറ്റ് ചെയ്യണത് നമ്മൾ. ഈ കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷൻ എത്രത്തോളം ഈ എടുത്ത് ഇപ്പൊ ഇഷ്ടം പോലെ ഒത്തിരി ആൾക്കാർ പണിയുന്നുണ്ട്. ഇത് പണിത് ഓരോരുത്തരായിട്ട് കണ്ട് വരുമ്പോഴത്തേക്കും അവര് പിന്നെയും എടുക്കുന്നുണ്ട്. അവര് തന്നെ റെക്കമെൻഡ് ചെയ്ത് അടുത്ത ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ചെങ്കലാണെങ്കിൽ പോലും ചെങ്കല് നല്ലതാണ്. പക്ഷെ നല്ല ചെങ്കല് കിട്ടാനില്ല. അതാണ് മെയിൻ ആയിട്ടുള്ളൊരു പ്രശ്നം. അതുപോലെ ഒത്തിരിയധികം പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ചെങ്കൽ പാസ് കിട്ടാത്ത കാരണം അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. കണ്ടുപിടുത്തം കാര്യങ്ങളൊക്കെ ആയത് കാരണം ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ചെങ്കൽ കിട്ടാനില്ല. അപ്പൊ അതിന് പകരക്കാരായിട്ട് ഇത് ചെയ്യാൻ പറ്റും. ഇപ്പം മാരീഡ് ആണോ? മാരീഡ് അല്ല. അപ്പൊ ഈ ഒരു ചെറുപ്രായത്തിലും ഈ ബിസിനസ്സിലേക്ക് അല്ലേ? വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിലെ അച്ഛൻ, അമ്മ, ചേട്ടൻ, ചേച്ചി. ഓക്കെ. ചേട്ടനെയും ചേച്ചിയുടെയും കല്യാണം കഴിഞ്ഞ. ഓക്കെ. ഇളയാളാണ്. അതെ. അതല്ലേ? അപ്പൊ ഇതൊരു ബിസിനസ് സംരംഭം ഏറ്റിട്ട് അല്ലേ ഇതായിട്ട് ഇങ്ങനെ ഒരു വർഷമായിട്ട് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെ കുഴപ്പമില്ലാതെ പോകുന്നു. ലോണും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ അടച്ച് തീരണുള്ളൂ. എത്ര പണിക്കാരുണ്ട് ഇതിനകത്ത്? നമുക്ക് 12 പേരുണ്ട്. 12 പേരുണ്ട്. പിന്നെ നമ്മൾ ഓർഡർ ചെയ്താല് നമ്മളിവിടെ കേരളത്തിൽ എവിടെയാണെങ്കിലും നമ്മൾ എത്തിച്ചു ഡെലിവറി. ഇവിടെ അടുത്ത് പെരുമ്പാവൂരിൽ തടിയായിട്ട് വന്ന വണ്ടിക്കാരുണ്ട്. ഇപ്പൊ ലോങ് പോണ അതൊക്കെ ഞങ്ങൾ ആ തടി വണ്ടിക്കാരെ വിളിച്ചിട്ട് അവരെ കയറ്റിവിടും. അപ്പൊ റിട്ടേൺ ചാർജ് മാത്രമേ ആവുള്ളൂ. അപ്പൊ വീട്ടുകാർക്കും വലിയ പ്രശ്നം ഇല്ലാണ്ട് എത്തും. അവർക്ക് അധികം ചാർജ് വരില്ല. നമുക്ക് മെയിനായിട്ട് അതാണല്ലോ, നമ്മൾ ഈ സാധനങ്ങൾ ഡെലിവറി ചാർജ് ആണല്ലോ കൂടുതലായിട്ട് വരുന്നത്. ഇവിടുന്ന് പെരുമ്പാവൂരിൽ നിന്ന് തന്നെ വണ്ടിക്കാർ നമുക്ക് എല്ലാവരുമായിട്ട് കണക്ഷൻ ഉണ്ട്. അപ്പൊ അവരെ വിളിക്കും. ഇപ്പൊ എവിടെയാന്ന് വെച്ചാൽ അങ്ങോട്ട് റിട്ടേൺ പോണ വണ്ടിക്കാർ കണക്ട് ചെയ്ത് വരും. അപ്പൊ നമുക്ക് ലോഡ് ചെയ്ത് കൊടുക്കും. പിന്നെ രതീഷേ, നമ്മൾ ഈ കട്ട വെള്ളത്തിലിട്ടാൽ എങ്ങനെയാണ് അതിന്റെ ക്വാളിറ്റി? എങ്ങനെയാണ് ഇത് എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്. ഇത് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അലുത്ത് പോവുക, മണ്ണ് കൊണ്ടല്ല ഉണ്ടാക്കുന്നത്, ഇത് മണ്ണിൽ സിമെന്റ് പിടിക്കുക, അങ്ങനെ ഒത്തിരി സംശയങ്ങൾ എല്ലാവർക്കും ഉണ്ട്. അപ്പം ഞങ്ങൾ ഈ സംശയങ്ങളെല്ലാം മാറാണ്ട് തന്നെ ഇവിടെ ഒരു ടാങ്ക് കെട്ടിയിട്ട് കുറച്ച് കട്ടകൾ അതിനകത്ത് തന്നെ ഇട്ടേക്കുക.
അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. വന്നവരെ കൊണ്ട് അത് തന്നെ അത് ആ കട്ട ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ് ഞങ്ങൾ ഇവിടെ എടുപ്പിക്കുന്നത്. അത് നമ്മളെ ഫുൾ ടൈം അതിനകത്ത് ഇട്ടേക്കണം. ഫുൾ ടൈം അതിനകത്ത് ഇട്ടേക്കുക. അതൊന്നും എടുക്കണില്ല. മറ്റേ അത് മാറ്റിയിട്ട് അങ്ങനെ ഇടണല്ല. ഇല്ല, അത് ഈ കമ്പനി തുടങ്ങി അവിടെ ഇട്ടേക്കണം. അത് ഇത് കുറച്ച് നാളായിട്ടുള്ള എല്ലാവർക്കും സംശയം പറയാൻ തുടങ്ങിയിട്ട് ഞങ്ങളിപ്പോൾ ഒരു മാസത്തോളം ടാങ്ക് ഇട്ടിട്ട് അതിനകത്ത് കട്ട ഇട്ടേക്കുക. 1 മാസത്തോളമായിട്ട് വെള്ളത്തിൽ ഇട്ടേക്കുക. ഇതിന്റെ പ്രൈസിലാണെങ്കിലും നമുക്ക് പ്രൈസ് നമ്മൾ അത്യാവശ്യം വേണ്ടവർക്ക് ചെറിയ രീതിയിൽ നെഗോഷിയേറ്റ് ഒക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. കുഴപ്പമില്ലാത്ത രീതിയിൽ. ബിസിനസ് അല്ലേ, അപ്പൊ ശരിക്കും പറഞ്ഞാൽ അല്ലേ ഏതൊരു ബിസിനസ്സിലും സാഹചര്യം അനുസരിച്ച് ചെറിയ രീതിയിൽ കുറച്ച് കൊടുക്കാറുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് ഡെലിവറി ഇപ്പൊ പറഞ്ഞ പോലെ നമ്മുടെ കേരളത്തിൽ തന്നെ ആണെങ്കിലും എവിടെയാണെങ്കിലും നമ്മൾ എല്ലാ സ്ഥലത്തും ഡെലിവറി ഉണ്ട്. ഇപ്പൊ ഞങ്ങൾ അടുത്ത മലപ്പുറത്തൊരു യൂണിറ്റ് ഇടാൻ വേണ്ടി ഞങ്ങൾ പോവുകയാണ്. നാളെ പോകുന്നുണ്ട്. ആണല്ലേ? മലപ്പുറത്തേക്ക് തുടങ്ങാൻ വേണ്ടി പോവാണ്. അവിടെ കൂടുതൽ ഈ മണ്ണ് നല്ല മണ്ണ് അവൈലബിൾ ആണ്. അവിടെ നിന്നാണ് കിട്ടുന്നത്. അവിടെ ഉണ്ട്. ചെങ്കല്ല് വെട്ടിയതിന്റെ മണ്ണുകൾ അവിടെ ഉണ്ട്. അപ്പൊ അത് നമുക്ക് പിന്നെ കൂടുതൽ എക്സ്പെൻസ് വരില്ല. അല്ല, നമുക്ക് മാക്സിമം എക്സ്പെൻസ് കുറയ്ക്കുമ്പോൾ അതനുസരിച്ച് നമുക്ക് എന്താ പറയാ, നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റും. കട്ടയ്ക്ക് വില കൊടുക്കാൻ പറ്റും. ഇപ്പൊ ഞങ്ങള് മലപ്പുറത്തുനിന്ന് പോയി യൂണിറ്റ് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പോവാണ്. നാളെ പോകും. അപ്പം അതാണ് ശരിക്കും പറഞ്ഞാൽ ഫ്യൂച്ചർ പ്ലാൻ അതാണല്ലേ. അപ്പൊ ഞാൻ ഫ്യൂച്ചർ പ്ലാൻ ചോദിക്കേണ്ട ആവശ്യമില്ല, ഫ്യൂച്ചർ പ്ലാൻ പറഞ്ഞു കഴിഞ്ഞു. വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, നിങ്ങളുടെ അടുത്ത് വരുന്ന കസ്റ്റമേഴ്സ് അവരുടെ ഡൗട്ടുകൾ എന്തൊക്കെയാണ്? അത് നമ്മൾ പ്രേക്ഷകർക്കൊന്നും ഇത് മെയിനായിട്ട് എല്ലാവരും വന്ന് ചോദിക്കുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മണ്ണ് വെച്ച് ഉണ്ടാക്കണല്ലേ, ഇത് സ്ട്രെങ്ത് ഉണ്ടാവുമോ, എന്തെങ്കിലും അങ്ങനെയാണ് മെയിനായിട്ട് തിരക്കുന്നത്. ഗ്യാരണ്ടി ഉണ്ടാവും എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മളിവിടെ നിൽക്കുന്ന അവരോട് പറയണമെന്ന് വെച്ചാൽ ഓരോ കട്ട ഇവിടെ തൊട്ടടുത്താണ് ടോക്കച്ച് എഞ്ചിനീയറിംഗ് കോളേജ്. അപ്പോൾ ഞങ്ങൾ അവിടെ ടെസ്റ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ് ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ ഓരോരുത്തർക്കും വേണം ഓരോ കട്ട എടുത്ത് അവിടെ കൊണ്ട് ടെസ്റ്റ് ചെയ്യാം. അവർക്ക് ഇഷ്ടമുള്ള കട്ട എടുത്ത് ടെസ്റ്റ് ചെയ്തതിന്റെ സ്ട്രെങ്ത് നോക്കാം. അത് കഴിഞ്ഞിട്ട് പർച്ചേസ് ചെയ്താൽ ഒന്നാമത്തെ കാര്യം അതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ ഇത് അലുത്ത് പോകും. അതിന് വേണ്ടിയാണ് ഞങ്ങളിപ്പോൾ 1 മാസമായിട്ട് കട്ടയെടുത്ത് വെള്ളത്തിൽ ഇട്ടേക്കാണ്. അതെടുത്ത് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെ വെള്ളം എടുത്ത് വലിച്ചെറിഞ്ഞ് നോക്കിയിട്ട് എടുത്താൽ മതി. അങ്ങനെ പിന്നെ ഇതൊക്കെ ബാക്കിയുള്ളതൊക്കെ ഇവർക്ക് തേക്കാണ്ട് പണിയാൻ പറ്റുമോ, അതൊക്കെ ഒട്ടിക്കുവാണോ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് ചെങ്കല്ല് പണിയണക്ക് തന്നെ സാധാരണ ചെങ്കല്ലിട്ട് എങ്ങനെയാണ് പണിയണം ആ രീതിയിൽ തന്നെ ഈ കട്ടയിട്ടും പണിയാം. എന്നാലും അത്രയും സിമെന്റ് കുറവാണ്. അതിൽ സിമെന്റ് കുറച്ച് മതി. ഇത് ഫിനിഷിംഗ് അല്ലേ, ചെങ്കല്ല് ഇത്ര ഫിനിഷിംഗ് അല്ലാത്ത കാരണം സിമെന്റ് ഇത് കൂടുതൽ വരും. അല്ല, ഇതിന് കുറച്ച് സിമെന്റ് കുറച്ച് മതി. പിന്നെ മെയിൻ ആയിട്ടുള്ള എല്ലാവരും ചോദിക്കുന്നത് മണ്ണിട്ടല്ലേ ഇത് ചെതലെടുക്കുമോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഒരു കാരണവശാലും ഇതിനകത്ത് ചെതലടിക്കില്ല. കാരണം ഇതിന് ചെതലടിക്കണമെങ്കിൽ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു ഗ്യാപ്പെങ്കിലും വേണം. ഈ ഗ്യാപ്പ് അത്ര 2 അടി ഡെയിലി 1 അടിയായിട്ട് പ്രസ് ചെയ്യണോണ്ട് ഒരു ഗ്യാപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല, ഒരു എയർ കയറില്ല. അതുകൊണ്ട് ചെതലെന്ന് പറഞ്ഞ സാധനം ഇതിനകത്ത് എടുക്കത്തില്ല, ധൈര്യമായിട്ട് ഉപയോഗിക്കാം. അതായത് ഈ കട്ടയും കൂടി ഉള്ളപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചെങ്കല്ല് കട്ടയും കൂടി അതിനകത്ത് ഉണ്ടാവുമോ എന്നുള്ളൊരു സംശയം. പക്ഷേ ഇത് ഇത്ര നല്ല ടൈറ്റ് പ്രസ്സിംഗും ആണ്, ഇത്ര ലോഡ് ബെയറിംഗ് കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇത് ചെതലോ കാര്യങ്ങളോ ഒന്നും പിടിക്കത്തില്ല, ധൈര്യമായിട്ട് ഉപയോഗിച്ച് പോകാം. ഇതാണ് നമ്മള് വരുന്ന കസ്റ്റമറുടെ ഒക്കെ അല്ലേ? കസ്റ്റമറൊക്കെ ഇവിടുന്ന് കട്ട എടുത്ത കസ്റ്റമർ എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ്. പലരും റെക്കമെൻഡ് ചെയ്ത ആൾക്കാർ ഇഷ്ടം പോലെ വരുന്നുണ്ടല്ലേ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മള് ക്വാളിറ്റിയുടെ കാര്യത്തിലാണെങ്കിൽ പ്രൈസിന്റെ കാര്യത്തിൽ നമ്മളൊരു എന്താ പറയാ, അല്ല നമ്മളൊരു ക്വാളിറ്റിയുടെ കാര്യത്തിൽ നമുക്ക് 100% ഉറപ്പാണ്. നമ്മൾ കൊടുക്കുന്ന സാധനം പക്കായിട്ട് കൊടുക്കാൻ പറ്റും. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരാൾ വന്ന് വട്ടവടയിലോട്ട് മറ്റേ റിസോർട്ട് പണിയാൻ വേണ്ടി ഇവർക്ക് ഇത് പോയിന്റ് ചെയ്ത് പണിയാനായിട്ടായിരുന്നു. ഒരു റിസോർട്ട് പണിയാൻ വേണ്ടി ഇവിടുന്ന് ഇത് കണ്ടിട്ട് റെക്കമെൻഡ് ചെയ്ത ഒരാൾ റെക്കമെൻഡ് ചെയ്തിട്ട് വന്നാൽ അവരൊക്കെ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. അഡ്വാൻസ് പേയ്മെന്റ് ചെയ്തിട്ട് അവർ പോകണം. നേരത്തെ അത്രയ്ക്ക് നമ്മുടെ ഐറ്റം ക്വാളിറ്റി ഉള്ള ക്വാളിറ്റിയാണ്, ധൈര്യമായിട്ട് പണിയാൻ പറ്റും. രതീഷേ, ഇത്ര നേരം നമ്മളുടെ ഈ പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഷെയർ ചെയ്ത് ഇനിയും പുതിയ ബ്രാഞ്ചുകൾ ഒത്തിരി ബിസിനസ്സുകൾ ഉണ്ടാകട്ടെ. ഇപ്പോൾ 1 കൊല്ലം കൊണ്ട് ഏതായാലും ഒരു സക്സസ്ഫുൾ ആയിട്ട് പോകുന്നുണ്ടല്ലോ അല്ലേ? അപ്പം എല്ലാവിധ ഭാവങ്ങളും നേരുന്നു.